ഹായ് നോക്കൂ, മാമനില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ദാ ഒരുത്തവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിയേ, ഇതാരെ ഇവ നോക്കുന്നത്? ഇവനെന്ത് കാര്യം ഇവിടെ? നോക്കിയേ, അവൻ ആരെ അന്വേഷിക്കുകയാണല്ലോ. ഇവിടെ രണ്ട് പെൺപിള്ളേരുള്ളവരെ നോക്കാമെന്നതായിരിക്കും കേട്ടോ. ഇവനെ വെറുതെ വിട്ടുകൂടല്ലേ. കുട്ടൂസിൻ്റെ അമ്മയെ നോക്കിയാണല്ലോ ഇവൻ വരുന്നത്. പഴയൊരു ലൈനും കൂടെയാണ് കേട്ടോ കുട്ടൂസിൻ്റെ അമ്മയുടെ. ഇതാ കുട്ടൂസും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുട്ടൂസ് അന്തം വിട്ടൊക്കെ നോക്കുകയാണ്, ഇത് ഏത് മാമൻ, എന്തിനാ വന്നത് എന്നും പറഞ്ഞൊക്കെ നോക്കുകയാണ്. കുട്ടൂസ് അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. കുട്ടൂസിൻ്റെ അമ്മ മനസ്സിൽ പ്രാവുന്നുണ്ട്. ഇവന്മാരക്കാരനെ എവിടെയൊന്നും ഇരിക്കാനോ വെയിലുള്ളാനോ പറ്റില്ല. കറങ്ങി വീണ്ടും വരും എൻ്റെ അടുത്തേക്ക്. ഒരു വട്ടം പറഞ്ഞില്ലേ, എനിക്ക് ഒരു ഇഷ്ടവും ഇല്ല. കുട്ടൂസിൻ്റെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് മുങ്ങാൻ എന്താ പരിപാടി? അയ്യോ, അരി തിളച്ച് കിടക്കുന്നു. ഇതാ അവളൊരു നമ്പർ ഇട്ട് ഓടിക്കളഞ്ഞു കേട്ടോ. വീട്ടിനകത്തേക്കാണ് പോയിരിക്കുന്നത്. കുട്ടൂസ് അങ്ങനെ വില്ലന്മാരെ കണക്ക് ചോദിക്കാനൊക്കെ ആളായി വന്നല്ലോ. എന്താ മാമ നോക്കുന്നത്? ചീട്ടിട്, കളിക്കാം നമുക്ക്. ഇതാ കുട്ടൂസ് വീട്ടിനകത്ത് പോയിട്ടേ അവൻ്റെ പഴയ പന്തിട്ട് തട്ടിക്കളി തുടങ്ങി. ഫുട്ബോൾ പോലെ. നമ്മുടെ ചെറുക്കൻ്റെ പഴയ റൂമാണ് പിള്ളേരുടേത്. അതുപോലെ തന്നെ ലുട്ടു മായു ഇപ്പോൾ വരാറില്ലെന്നാണ് മാമി പറയുന്നത് കേട്ടോ. കണ്ടിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. മാമിയോട് എന്തിനാണ് പിണങ്ങിയിരിക്കുന്നതെന്നറിയില്ല. കുട്ടൂസിനെ മാമി വിളിയോട് വിളിയാണ്. കുട്ടൂസ് മൈൻഡ് ചെയ്യാതെ പിണങ്ങിയിരിക്കുകയാണ്. ഇതാ വീണ്ടും പന്ത് കൊടുത്ത് ചെറുക്കൻ വീണ്ടും പഴയതുപോലെ സ്നേഹത്തോടെ കളിച്ച് കാണിക്കുകയാണ്. വീട് വിട്ട് എവിടെയും പോകാത്ത കുട്ടൂസിനാണ് നമ്മുടെ കൂടെ ജീവിക്കാനുള്ള ആയുസ്സുള്ളത് കേട്ടോ. മറ്റേ രണ്ടുപേരെയും ഇനി അന്വേഷിക്കേണ്ടതായി വരില്ല. അങ്ങനെ എങ്ങോട്ടോ പോയി കാണുമെന്നാണ് തോന്നുന്നത്. വീട്ടിൽ വരാറൊന്നുമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ വലിയ പിള്ളേരൊക്കെ ആയില്ലേ, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്മാർ. മാമിയോട് പിണക്കം തരാതെ കുട്ടൂസ് അങ്ങനെ മാമിയുടെ മുഖത്ത് നോക്കും. മാമി വിളിക്കുമ്പോൾ കരഞ്ഞു കാണിക്കും. എന്താണ് പിണക്കമെന്നുള്ള ഐഡിയ മാമിക്ക് കിട്ടുന്നില്ല. എന്തായാലും മാമനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ നമ്മുടെ മൊബൈലിന് ക്ലിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് നമുക്ക് ഒരു എന്താ പറയുക, എത്രയോ സ്നേഹത്തോടെ മാമി വിളിക്കുകയാണ്. നമ്മുടെ കുട്ടൂസൻ കരഞ്ഞു കാണിച്ച് പാറക്കല്ല് കണക്കോടെ നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും കുറച്ച് നേരമൊക്കെ ഇതുപോലെ തട്ടിക്കളിക്കും. എന്തൊക്കെയാണ് പരിപാടി എന്നൊന്നും അറിയില്ല. എന്തായാലും അവൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത ഇപ്പം ഇല്ല കേട്ടോ. അതുപോലെ ഇനി നാട്ടിലെ വീഡിയോയൊക്കെ മാമൻ നാട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ കൊണ്ട് വരുന്നത്. മൊബൈലിൽ ക്ലിയർ ഇല്ലാതെ ഒരു വീഡിയോ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദാ ഇവിടെ ഉണ്ട് പിള്ളേരെല്ലാവരും കേട്ടോ. ഇവിടെ കിടന്ന് തട്ടി കളിക്കുന്നുണ്ട്. പല വഴിക്ക് ചുറ്റിക്കറങ്ങി തിരിച്ചെത്തുന്ന നമ്മുടെ പിള്ളേർ വീട്ടിൻ്റെ ഭാഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരാണിതായി കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മൊബൈലിൻ്റെ പ്രശ്നം കാരണം ഇനി അങ്ങോട്ട് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കില്ല. മാമൻ നാട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കും ഇനി പിള്ളേരുണ്ടെങ്കിൽ വീഡിയോ വരുന്നത് കേട്ടോ. മൊബൈലിൻ്റെ പ്രശ്നം കൊണ്ടാണ് വീഡിയോ വരാത്തത്, ക്ഷമിക്കണം. അങ്ങനെ നല്ലൊരു ഒളിച്ചുകളിയാണ് ഇവിടെ നടക്കുന്നത്. മാമിയുടെ ചെടികൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒളിച്ചുകളി. ഇതുപോലെ ഒളിച്ച് കളിച്ച് ആ ചെടികളെ വളരാൻ അനുവദിക്കാത്ത നമ്മുടെ പിള്ളേർ വീണ്ടും ആ ചെടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ലിയർ ഇല്ലാത്ത വീഡിയോ ആയതിൻ്റെ പേരിൽ വീട്ടിലെ വീഡിയോ ഇനി വരുന്നതായിരിക്കില്ല. അതുപോലെ മാമൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ കണക്ക് വീഡിയോ ഒക്കെ തുടങ്ങുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല വീഡിയോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് ചാടി കളിക്കുന്നുണ്ട്. മാമൻ ജോലിക്ക് പോയതോടുകൂടി എല്ലാവരും പല വഴിക്കായി കഴിഞ്ഞു. അങ്ങനെ കിട്ടുന്നവരെ വെച്ചാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.